നല്ലൊരു പ്രായത്തില് 10 കൊല്ലം സ്കൂളിൽ എത്തിയിട്ട് പരീക്ഷക്ക് കൊടുത്ത് തിരിച്ചു കൊടുത്താൽ ഒന്നുമില്ലാതെ തിരിച്ചൊരു കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ അധ്യാപകരും ആ രക്ഷിതാക്കളും കുറ്റവാളികളാണ്. ഞാൻ കൊടുത്തോണ്ട് ജസ ഫോൺ വാങ്ങി. ഇപ്പൊ എന്തിനാ അവള് കൈ പിടിക്കുന്നത്? ഞാൻ ചോദിച്ചാ തിരിച്ചു തരാനല്ലേ? എന്നാ തിരിച്ചു തന്നേ. ഈ തിരിച്ചു തന്നു. ഇപ്പൊ ജസയുടെ കയ്യിൽ ഫോൺ ഉണ്ടാ? നിങ്ങൾ വിചാരിക്കുന്നില്ല ഇയാൾ എന്താ ഒരു പൊട്ടംകളി കളിക്കുന്നു? ഇതാ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം. മാഷന്മാർ കുറെ ഉത്തരം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികൾ വാങ്ങും. എന്തിനാവോ ഏതിനാവോ വാങ്ങി. എന്തിനാ വാങ്ങിയേ? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. ഞാൻ ചോദിച്ചു, ജസ എനിക്ക് ഫോൺ തിരിച്ചു തന്നു. ഇപ്പൊ ജസയുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? അതുപോലെ മാഷ് തന്ന ഉത്തരം പരീക്ഷക്ക് മാഷ് ചോദിച്ചു, നിങ്ങൾ ഉത്തര പേപ്പറിൽ തിരിച്ചു തന്നു. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടോ? 8 കഴിഞ്ഞ് 9 8ലൊന്നുമില്ല. 7 കഴിഞ്ഞ് 8 ചേരുമ്പോ 7ലൊന്നുമില്ല. 10 കഴിഞ്ഞ് +1 ചേരുമ്പോ 10ലൊന്നുമില്ല. എന്ത് പൊട്ടത്തരായി കളിക്കുന്നേ? നല്ലൊരു പ്രായത്തില് 10 കൊല്ലം സ്കൂളിൽ എത്തിയിട്ട് പരീക്ഷക്ക് കൊടുത്ത് തിരിച്ചു കൊടുത്താൽ ഒന്നുമില്ലാതെ തിരിച്ചൊരു കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ അധ്യാപകരും ആ രക്ഷിതാക്കളും കുറ്റവാളികളാണ്. വെറുതെ പരീക്ഷക്ക് വേണ്ടി പഠിക്കരുത്. പഠനം പരീക്ഷക്ക് വേണ്ടിയിട്ടുള്ള സൂത്രപ്പണിയല്ല. ആ കാര്യം മനസ്സിലാക്കണം. ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ആന തലകുലിക്കും പോലെ വാഴയിൽ ഇങ്ങനെ ആടുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക താളത്തിൽ ആടുന്നു. അപ്പൊ കുട്ടി ചോദിച്ചു, ഉമ്മ ആന്താ അങ്ങനെ ആടുന്ന? അപ്പൊ എന്താ ഉമ്മ പറയാ? ഉമ്മ പറഞ്ഞു കൊടുത്തത്, ആർന്ന് ആടിക്കോട്ടെ ബലാലെ, എനിക്കെന്താ, തീർന്ന്. എന്നാൽ നല്ല ഉമ്മയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ആകാശത്ത് വാളൻപുളിന്റെ ഷേപ്പിൽ ചന്ദ്രക്കല പൊങ്ങുന്നുണ്ടോ? വാളൻപുളി ഇങ്ങനെ വളഞ്ഞ പുളിയുടെ ഷേപ്പിലല്ലേ ചന്ദ്രക്കല ഉണ്ടാവുക. അപ്പൊ ഉമ്മ പാടിക്കൊടുക്കുക, വാളൻപുളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം തക്ബീറിന്റെ താളമാണ് മോനെ എന്ന് പാടിക്കൊടുക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ ആ കുട്ടി മനുഷ്യപ്പറ്റുള്ള കുട്ടിയാവും. അവൻ പടച്ചോന്റെ കുട്ടിയാവും. വേറൊരു കുട്ടി അമ്മേനെയും കൂട്ടിയിട്ട് പുഴക്കരക്ക് പോയി. അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു. ആ കുട്ടി ഓടക്കൊള്ളിൽ വായിക്കുന്ന കുട്ടിയാ. ആ ഓടക്കൊള്ളിൽ എടുത്തിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടുന്നേരം. പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തി കണ്ടു. അപ്പോ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയേ? അപ്പൊ ഇവനൊരു ചോദ്യം ചോദിച്ചു, അമ്മേ ഈ യമുനാ നദിയുടെ ഓളങ്ങളില്ലേ കരയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ വന്ന ഓളൊന്നും തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. അതെവിടെയാ പോകുന്നത്? ഓളങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ കരയിലേക്ക്, ഒന്നും തിരിച്ചു പോകുന്നില്ല. അതെന്താ അത് എന്ന് ചോദിച്ചു. നിങ്ങളാണെങ്കിൽ എന്താ പറയാ? ചെക്കനെന്ത് പൊട്ടത്തരപ്പ പറയുന്നു? ഓളം തിരിച്ചു പോകുന്നില്ല. എനിക്ക് പറ, പഠിക്കാനൊന്നുമില്ലടാ, തീർന്നു. അവന്റെ ചോദ്യത്തിന്റെ എഴുപ്പടർത്തി. എന്നാൽ ആ അമ്മ പറഞ്ഞു കൊടുത്തു, അത് നിന്റെ ഓടക്കുഴൽ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാഞ്ഞിട്ടാണ് കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്തൊരമ്മ. ആ അമ്മയാണ് ഈ കണ്ണന്റെ യശസ് കൊടുത്തവൾ. യശസ് കൊടുത്തവൾ എന്നതിന് സംസ്കൃതത്തിൽ പറയാ യശോദ. കണ്ണനെ വളർത്തിയ യശോദക്ക് യശോദ എന്ന് പേര് പറഞ്ഞത് ഈ കണ്ണന് സർഗാത്മകതയുള്ള യശസ് കൊടുത്തത് ഈ യശോദയാണ്. ചോദ്യം ചോദിക്കുന്ന മക്കളും അതിന് സർഗാത്മകമായ മറുപടി പറയുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ, ഓരോ കുട്ടിയും അത്ഭുത പ്രതിഭാസമാകും. കാരണം ചോദ്യം ചോദിക്കുമ്പോ ആ കുട്ടിയുടെ തലച്ചോറിൽ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഉത്തരം പഠിക്കുമ്പോ തലച്ചോറ് ചുരുങ്ങി ചുരുങ്ങി പോവുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികളും മടുക്കുക, പഠിച്ചിട്ടും തീരുന്നില്ല. മനസ്സ് ചുരുങ്ങുമ്പോ പഠിക്കുമ്പോ. എന്നാൽ മനസ്സ് വിടരണമെങ്കിൽ, ഉത്തരത്തിൽ കയറി വരാൻ സ്പേസ് കിട്ടണമെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങുമ്പോ കൈ വിടരുന്നില്ലേ? തന്നേക്കെന്ന് പറയുന്നില്ലേ? കൈ ഇങ്ങനെ നീട്ടുന്നില്ലേ? അതുപോലെ ചോദ്യം ചോദിക്കുമ്പോ മനസ്സ് പുഷ്പിക്കും, മനസ്സ് വിടരും. ആ വിടർന്ന ഒരു ഫയല് തുറക്കപ്പെടും. ഒരു റൂം പെണ്ണ് കാണാൻ പോകുമ്പോ
പെണ്ണിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു അറ വേണ്ടേ, ഒരു റൂം വേണ്ടേ? അതുപോലെ മനസ്സിൽ ഉത്തരത്തെ കൊണ്ടെന്ന് കിടത്താൻ ഒരു സ്പേസ് തുറക്കും. ഈ സ്പേസ് നിറയുന്നത് വരെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം ചോദിച്ചാലില്ലേ ഉത്തരം അന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സെപ്പോഴും സെർച്ച് ചെയ്യും. എപ്പോഴെങ്കിലും ഉത്തരം കിട്ടണം. ചോദ്യമാണ് പ്രധാനം. കാരണം ഈ സ്പേസ് ശൂന്യമായി കിടക്കുമ്പോ